ഛത്തീസ്ഗഡിലെ ആൻറ്റി കൺവേർഷൻ ലോ, അതായത് ദ ഫ്രീഡം ഓഫ് റിലിജൻ ആക്ട് 1968 എന്ന് പറയുന്ന മധ്യപ്രദേശ് ഗവൺമെൻറ്റിൽ പാസ്സാക്കിയ നിയമം. ഈ നിയമം പാസ്സാക്കിയത് കോൺഗ്രസിൻ്റെ സർക്കാരായിരുന്നു എന്നും അതാണ് ഇത് ആളുകൾക്ക് വിനയായിട്ടുള്ളതെന്നും ശ്രീ രാജീവ് ചന്ദ്രശേഖർ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് പ്രസ്താവന കണ്ടു. അത് പച്ചക്കള്ളമാണ് എന്ന് പറയാനുള്ള വിവേകം ഇവിടുത്തെ കോൺഗ്രസ്സുകാർക്ക് കാണുന്നില്ല. പക്ഷേ ഞാനിത് കോൺഗ്രസിന് വേണ്ടി പറയുന്നതല്ല, സത്യം ജനങ്ങൾ മനസ്സിലാക്കിയിരിക്കാൻ വേണ്ടി പറയുന്നതാണ്. അദ്ദേഹം പറഞ്ഞു, ഈ നിയമത്തെക്കുറിച്ച് നമ്മളൊരു ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്യണം, ബാക്ക്ഗ്രൗണ്ട് ചെക്ക് വേണം. ആൻറ്റി കൺവേർഷൻ ലോ 1967 പാസ്സായത്. ശരിയാണ്, അന്ന് മധ്യപ്രദേശ് എന്ന് പറയുന്ന ഈ ജാർഖണ്ഡ് എന്ന് പറയുന്ന സംസ്ഥാനം ഈ മധ്യപ്രദേശിൻ്റെ ഭാഗമായിരുന്നല്ലോ. പിന്നാണല്ലോ അത് വേർപിരിഞ്ഞ് 2000 ഇത് മാറുന്നത്, ഛത്തീസ്ഗഡ് ഗവൺമെൻറ് ഉണ്ടാകുന്നത്. അപ്പം മധ്യപ്രദേശിലുള്ള നിയമമൊക്കെ ഛത്തീസ്ഗഡിലും ബാധകമാണ്. അങ്ങനെ ആയിരിപ്പോൾ ഈ നിയമം അങ്ങോട്ട് വരും. അപ്പോൾ എന്നിട്ട് പറഞ്ഞു, ആൻറ്റി കൺവേർഷൻ ലോ 1967 പാസ്സായത്. അവിടെ ആ പാസ്സായി കഴിഞ്ഞത് അത് പാസ്സാക്കിയത് കോൺഗ്രസ് സർക്കാർ ആയിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇപ്പോൾ ഇതും കേട്ടോണ്ടുണ്ടല്ലോ, ഇതിൻ്റെ ചുവട് പിടിച്ച് CPMക്കാർ ഇത് കോൺഗ്രസിനെ അടിക്കാനുള്ള ഒരു വടിയായിട്ട് കൊണ്ടു നടക്കുന്നുണ്ട്. ഇപ്പോൾ അത് പച്ചക്കള്ളമാണ് ആ പ്രസ്താവന. അതിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ എല്ലാവർക്കും മനസ്സിലാവും. 1967 മധ്യപ്രദേശിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നു. ഇവിടെ കേരളത്തിൽ നടന്നു. കേരളത്തിൽ അന്ന് EMS ഗവൺമെൻറ് അധികാരത്തിൽ വന്നു. അതേപോലെ മധ്യപ്രദേശിലെ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ 296 സീറ്റുകളിൽ 167 സീറ്റ് നേടി ആ ദ്വാരക പ്രസാദ് മിശ്ര എന്ന് പറയുന്ന, അതായത് ഇനി DP മിശ്ര, കോൺഗ്രസ് നേതാവാണ്, മുൻ മുഖ്യമന്ത്രി, അദ്ദേഹം അധികാരത്തിൽ വരികയാണ്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ മന്ത്രിസഭ രൂപീകരിച്ചു. മന്ത്രിസഭ രൂപീകരിച്ചെങ്കിലും 3 മാസത്തിനകം ഈ മന്ത്രിസഭ താഴെ വീഴുകയാണ്. അതിൻ്റെ കാര്യം, ഇതിൽ അധികാരമോഹിയായിട്ടിരുന്ന ഒരു ഗോവിന്ദ് നാരായൺ സിംഗ് എന്ന് പറയുന്ന കോൺഗ്രസ്സുകാരൻ, അന്ന് MLA ആണ്. അയാൾ ഈ മുഖ്യമന്ത്രിയായിട്ട് വഴക്കുണ്ടാക്കി. അയാൾ 36 MLAമാരുമായി കോൺഗ്രസ് ഇന്ന് രാജിവെച്ചു. അപ്പോൾ ഭൂരിപക്ഷം നഷ്ടപ്പെടുകയാണ്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ബാക്കി, അതായത് ജനസംഘം ഒക്കെ ഈ ഗോവിന്ദ നാരായൺ സിംഗിന് ജനസംഘം, അതായത് ഇപ്പോൾ നമുക്കറിയാമല്ലോ, ഇത് BJPയുടെ നേരത്തെ ഉള്ള രൂപം ജനസംഘം ഈ ഗോവിന്ദ നാരായൺ സിംഗിന് സപ്പോർട്ട് കൊടുക്കുകയാണ്. അങ്ങനെ കൊടുത്തിട്ട് ഒരു കൊയിലേഷൻ മിനിസ്ട്രി ഉണ്ടായി. അതായത് അവർ ലോക് സേവാ ദൾ, അതായത് LSD എന്ന് പറയുന്ന ഒരു പാർട്ടിയാണ് ഈ ഗോവിന്ദ നാരായൺ സിംഗ് രൂപീകരിച്ച പുതിയ പാർട്ടി. അതായത് ലോക് സേവാ ദൾ എന്ന് പറയുന്ന ഒരു പാർട്ടി. അത് ഈ ജനസംഘമൊക്കെ കൂടെ ചേർന്ന്, ആ ജനസംഘത്തിൻ്റെ MLAമാരും പിന്നെ CPIക്ക് ഒരു MLA ഉള്ളൂ, CPIയും കൂടെ അതിനോട് അങ്ങ് ചേർന്നു കേട്ടോ. സംയുക്ത സേവാദൾ ആയിട്ട് അത് ഒരെണ്ണം അങ്ങോട്ട് അവർ ഒരൊറ്റ മുന്നണിയായിട്ട് അങ്ങ് മാറിയിട്ട് അവർ മന്ത്രിസഭ രൂപീകരിച്ചു. അതിനകത്ത് ഗോവിന്ദ നാരായൺ സിംഗ് ആണ് മുഖ്യമന്ത്രി. അതിനകത്ത് ഉപമുഖ്യമന്ത്രിയായിട്ടിരുന്നത് ജനസംഘത്തിൻ്റെ നേതാവായ MLA ആയ വീരേന്ദ്ര സക്ലേച്ച എന്ന് പറയുന്ന ആളാണ് ഉപമുഖ്യമന്ത്രിയായത്. ഈ ഉപമുഖ്യമന്ത്രിയാണ് 1967 ജൂലൈ 30 ഇതേപോലെ ഈ പുതിയ ഗവൺമെൻറ് രൂപീകരിച്ചപ്പോൾ അതിനകത്ത് ഉപമുഖ്യമന്ത്രിയായിട്ട് വന്നു. 1968 ഈ വീരേന്ദ്ര സക്ലേച്ചയാണ് ഈ ബില്ല് കൊണ്ടുവരുന്നത്. അതായത് ദ ഫ്രീഡം ഓഫ് റിലിജിയൻ ആക്ട് 1967 എന്നുള്ള പേരിൽ 1968 ഈ ബില്ല് നിയമസഭയെ കൊണ്ടുവരുന്നു. അത് 1968 ഒക്ടോബർ 19 പാസ്സായി. അങ്ങനെയാണ് ദ ഫ്രീഡം ഓഫ് റിലിജിയൻ ആക്ട് ഉണ്ടാകുന്നത് കേട്ടോ. ഇത് ആക്ട് 1968 ഇത് കൊണ്ടുവന്നപ്പോൾ ഈ 1960 അതിന് ശേഷം 1969 തന്നെ ഈ ഗോവിന്ദ നാരായൺ സിംഗ് ആവശ്യമില്ലാതെ ജനസംഘം മന്ത്രിമാരുടെ വകുപ്പുകളിലൊക്കെ കൈയിടാൻ തുടങ്ങി. അങ്ങനെ അവർ തമ്മിൽ പ്രശ്നമായിട്ട് അവസാനം ആ മന്ത്രിസഭ 1969
മാർച്ച് 12 നിലംപതിക്കുകയാണ് ഉണ്ടായത്. ഇതാണ് സംഭവം. അപ്പോൾ പിന്നെ ഛത്തീസ്ഗഡ് ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ ഈ നിയമം ഛത്തീസ്ഗഡിനും ബാധകമായി. ഇത് വന്നതെങ്ങനെയാണെന്ന് അറിയാമോ ഇതിൻ്റെ ചരിത്രം? 1967 ആദ്യമായിട്ട് ഇന്ത്യയിൽ ഒറീസ, അതായത് നമ്മുടെ ഇപ്പോഴത്തെ ഒഡീഷ എന്ന് പറയുന്ന സംസ്ഥാനത്താണ് ദി ഒറീസ ഫ്രീഡം ഓഫ് റിലീജിയൻ ആക്ട് 1967 എന്ന പേരിൽ ഈ ആൻറ്റി കൺവേർഷൻ ലോ പാസ്സാവുന്നത്. ആ നിയമത്തിൻ്റെ ചുവട് പിടിച്ചാണ് ഈ മധ്യപ്രദേശിൽ ഈ പറയുന്നത് പോലെ ഈ നിയമം വീരേന്ദ്രകുമാർ സക്ലേച്ച കൊണ്ടുവരുന്നത്. അത് പാസ്സായി. അത് 1968 ഒക്ടോബർ 19 പാസ്സായി അത് ആക്റ്റായി. അവസാനം പിന്നെ ഈ സ്റ്റേറ്റ് രണ്ടായല്ലോ, മധ്യപ്രദേശിൽ ഛത്തീസ്ഗഡ് മാറിക്കഴിഞ്ഞപ്പോൾ അതിനുശേഷം 2021 BJP ഗവൺമെൻറ്റാണ് ഈ നിയമം വീണ്ടും പരിഷ്കരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ചരിത്ര സംഭവം. ഇത് മനസ്സിലാക്കാൻ ഇതിവിടെ ആരും പറഞ്ഞ് ഞാൻ കേട്ടില്ല ഇതുവരെ, എനിക്കറിഞ്ഞൂടാ. ഏതായാലും ഉണ്ട്, ഇതൊന്ന് നോക്കിയാൽ ചരിത്രം പരിശോധിച്ചാൽ ഇത് മനസ്സിലാവും. ഇത് കോൺഗ്രസ് ഗവൺമെൻറ് കൊണ്ടുവന്നതല്ല. ഇത് കൊണ്ടുവന്നത് ജനസംഘവും കൂടെ കക്ഷിയായിട്ടുള്ള, അതായത് നമ്മുടെ BJPയുടെ തലതൊട്ടൊപ്പനും കൂടെ കക്ഷിയായിട്ടുള്ള ഗോവിന്ദ് നാരായൺ സിംഗിൻ്റെ മന്ത്രിസഭയാണ് ഇത് കൊണ്ടുവന്നത്, ഈ നിയമം രാജ്യത്ത് കൊണ്ടുവന്നത് എന്നുള്ളത് ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാക്കാവുന്ന കാര്യമാണ്. അതുകൊണ്ട് ഇത് രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹം ഇതുപോലുള്ള ഈ വ്യാജ പ്രസ്താവനകൾ നടത്തരുത്. ഇത് അദ്ദേഹം യഥാർത്ഥത്തിൽ കറക്റ്റ് ചെയ്യണം. അതാണ് വേണ്ടത്, പരിശോധിച്ചിട്ട്. ഇനി ഇപ്പോൾ എന്താ പറയുന്നത്? ഇപ്പോൾ സിസ്റ്റർമാർക്ക്, കന്യാസ്ത്രീകൾക്ക് ജാമ്യം കിട്ടി, നല്ല കാര്യമാണ്. 9 ദിവസം ഒരാവശ്യവും ഇല്ലാതെ അവർ ജയിലിൽ കിടന്നു. അവരുടെ സ്ഥാപനത്തിലേക്ക് ജോലിക്കാരായിട്ട് 2 സ്ത്രീകളെ കൊണ്ടുപോവാണ്. അതിന് ഒരു കാരണവുമില്ലാതെ മതപരിവർത്തനം ആരോപിക്കപ്പെട്ട് അവർ 9 ദിവസം ജയിലിൽ കിടന്നു. എന്നിട്ട് പറയുന്നത് എന്താ? ഇപ്പോൾ BJPയുടെ ഞങ്ങൾ അവർക്കെല്ലാം നീതിയും കൊടുക്കും. അതായത് സംഘപരിവാർ സർക്കാർ, BJP ഉൾപ്പെട്ട സർക്കാർ ഇവരെ അറസ്റ്റ് ചെയ്യുന്നു. അവരുടെ പോലീസ് അറസ്റ്റ് ചെയ്ത് അവരെ ജയിലിൽ അടയ്ക്കുന്നു. എന്നിട്ട് പറയാം ഞങ്ങൾ അവർക്കെല്ലാം സംരക്ഷണം കൊടുക്കും. നാണമില്ലേ ഈ പ്രസ്താവനകൾ നടത്താൻ? ഇതാ ഞാൻ ആലോചിക്കുന്നത്. എന്തിനീ പാവം കന്യാസ്ത്രീമാരെ അവരെ ഒരു 9 ദിവസം അവർ ജയിലിലിട്ടു? മാത്രമല്ല, ഇനി ആ കേസ് അവിടെ കിടപ്പുണ്ട്. അത് യഥാർത്ഥത്തിൽ സംസ്ഥാനം, അതായത് ഛത്തീസ്ഗഡ് സംസ്ഥാന ഗവൺമെൻറ് യഥാർത്ഥത്തിൽ ഈ കേസ് പിൻവലിക്കണം, ഇത് റദ്ദ് ചെയ്യണം ഈ കേസ്. അതാണ് വേണ്ടത്. അല്ലാതെ ഇനി ഈ പാവങ്ങൾ അത് ക്വാഷ് ചെയ്യാനായിട്ട് മറ്റേ ഹൈക്കോടതിയിലും ഇവിടെയൊക്കെ നടക്കണം. അതിൻ്റെ വല്ല ആവശ്യമുണ്ടോ? ഏതായാലും ഇന്നെങ്കിലും അവർക്ക് ജാമ്യം കിട്ടിയത് വലിയ കാര്യം. ഇപ്പം ജാമ്യം കിട്ടിയപ്പോൾ ഏതാണ്ട് അത് BJP ഉത്സവമാക്കുകയാണ്. എന്താ കാര്യം എന്നറിയാമോ? ഇവിടെ വെള്ളത്തിലായി. ഇവിടെ വളരെ പ്രീണിപ്പിച്ച് നിർത്തിയിരുന്നതാണ് ക്രിസ്ത്യൻ സമൂഹത്തെ. എന്നിട്ട് അവിടോട്ടെല്ലാം വെളിയിലിട്ട് അടിക്കും. അന്നേരം ഇവിടെ സാധാരണ ഇത്രത്തോളം ഇത് പിടിച്ചങ്ങ് ജയിലിലായിപ്പോയി. അതാണ് പ്രശ്നമായത്. അടി കൊണ്ടാൽ കുഴപ്പമില്ല. അവിടെ ഒരാൾ നിന്ന് മുഖം തുടച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടല്ലോ, അടിയും കൊണ്ടിട്ട്. ഒരു സ്ത്രീയുടെ അടി വാങ്ങിച്ചുകൊണ്ട് നിന്ന് മുഖം തുടയ്ക്കുന്നത് നമ്മൾ കണ്ടല്ലോ, അത് കണ്ട് അങ്ങനെ അവിടെ ഇട്ട് അടിക്കും. എന്നിട്ട് ഇവിടെ കെട്ടിപ്പിടിക്കും. ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇത് തിരിച്ചറിയുന്ന പ്രശ്നമായി കഴിഞ്ഞപ്പോഴാണ് രാജീവ് ചന്ദ്രശേഖറൊക്കെ കയറി ഇടപെട്ടത് ഇതിനകത്ത്. ശരിയാ, ഇടപെട്ട എന്തുവാ? ഇവിടെ ഇത് വലിയ തിരിച്ചടി വരും എന്ന് പറഞ്ഞു. കാരണം അവിടെ ഇട്ട് അടിക്കുന്നത് ഇപ്പോൾ പുറത്ത് ലോകം അറിയുന്നല്ലോ. അതാണ് പ്രശ്നം വന്നത്. ഇവർ ജയിലിലായതോടുകൂടി പ്രശ്നമായി. കന്യാസ്ത്രീകൾ ജയിലിലായി, അതോടുകൂടി ആ പ്രശ്നമായത്. ഇനി അതിൽ നിന്ന് എങ്ങനെയെങ്കിലും വീണ്ടും പ്രീണനം, ഇനിയും കെട്ടിപ്പിടിക്കാൻ പൊക്കോ, ഇതിനപ്പുറം സംഭവിക്കും. അടി ഇഷ്ടം പോലെ വെളിയിലിട്ട് കിട്ടും. അതാ സംഭവിക്കാൻ പോകുന്നത്. ഇത് ഞാൻ പറഞ്ഞത് എന്താണെന്നറിയോ? ഇങ്ങനെ ഈ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആളുകളെ വിഭജിക്കുമ്പോൾ ഇങ്ങനെ തകരാറുണ്ട്. ക്രിസ്ത്യൻ സമൂഹത്തിനെ മുസ്ലിങ്ങളിൽ നടത്തി മാറ്റി മുസ്ലിം സമൂഹമായിട്ട് വളരെ അവരെ തെറ്റിച്ച് വളരെ പ്രശ്നം ഉണ്ടാക്കിയതിന് ശേഷം അവരുമായിട്ട് അടുക്കുകയാണ്. ഇതാണ് പ്രശ്നം വന്നേക്കുന്നത്. ഏതാണ്ട് വലിയ കാര്യം സാധിച്ചു കൊടുക്കുന്നുണ്ട്. ഇവിടെ ഏതാണ്ട് ഒരുപാട് വലിയ കാര്യങ്ങൾ സാധിച്ചു കൊടുക്കുന്ന നമ്മൾ കണ്ടല്ലോ. ഇവിടെ ഈ പാവങ്ങളുടെ അവർക്ക് നഷ്ടപ്പെടുന്ന വസ്തു എല്ലാം പിടിച്ചു കൊടുക്കുമെന്നും പറഞ്ഞ്, എന്നിട്ട് ഇതുവരെ വല്ലതും പിടിച്ചു കൊടുത്തോ? എന്തെങ്കിലും കിട്ടിയോ? ഒന്നും കിട്ടിയില്ലല്ലോ. ഇതുപോലെയാണ് ഓരോന്ന്. നിങ്ങൾക്ക് തരാമെന്ന് പറയും, ആടിനെ കുഴ കാണിച്ച് കൊണ്ടു നടക്കുന്നത് പോലെ കൊണ്ടു നടക്കും. ഇതാണ് വേണ്ടത്. ഈ ചതിക്കെതിരെ വേണം പ്രവർത്തിക്കാൻ. ഇതുപോലുള്ള വ്യാജ പ്രസ്താവന കള്ളം വിളിച്ചു പറയരുത്. ഒരു നേതാവല്ലേ അദ്ദേഹം, MP ആയിട്ടൊക്കെ ഇരുന്ന ആളാണ്. ഇതുപോലുള്ള ഇപ്പോൾ ഇങ്ങനെ ആയിപ്പോയതുകൊണ്ട് ഇത് കോൺഗ്രസ്സുകാർ ഇതൊന്നും പറയുന്നില്ല. കാരണം അവർ ഇതൊന്നും പഠിക്കുന്നില്ലല്ലോ. അതാണ് പ്രശ്നം വന്നത്. ഇത് പഠിച്ച് എന്തുകൊണ്ട് ഇവർ ഇതിനെതിരെ പറയുന്നില്ല എന്നുള്ളതാണ് എൻ്റെ അതിശയം. എനിക്കറിയില്ല ഇനി എന്താ കാര്യമെന്ന്.
ഏതായാലും സത്യം ജനങ്ങൾ തിരിച്ചറിയണം. ഞങ്ങളുടെ സർക്കാർ പിടിച്ച് ജയിലിൽ കിട്ടും. 9 ദിവസമല്ലേ കിടന്നുള്ളൂ, ഞങ്ങൾ ഇറക്കി വിട്ടല്ലോ. നിങ്ങളൊന്നും അല്ല ഇറക്കി വിട്ടത് കോടതിയാണ്. കോടതിക്ക് ഇത് കള്ളമാണെന്ന് തോന്നി ജാമ്യം കൊടുത്തതാണ്. അപ്പോൾ അതിനകത്ത് ശരിയായിട്ട് വലുതായിട്ട് ഒപ്പോസ് ഇല്ല. പിന്നെന്തുവാ, ഇത് ഇൻവെസ്റ്റിഗേഷൻ പ്രിലിമിനറി സ്റ്റേജാണ്, അതായത് പ്രാരംഭ ദശയിലാണ്. അതുകൊണ്ട് ഇപ്പം ജാമ്യം കൊടുക്കരുത് എന്ന് പറയുന്നത് ഒപ്പോസ് ചെയ്യലല്ലേ. അങ്ങനെ പറഞ്ഞാൽ സാധാരണഗതി ജാമ്യം കൊടുക്കാറില്ല. പക്ഷേ ആ ജഡ്ജി എന്തോ വിവരമുള്ള ആളായതുകൊണ്ട് അയാൾക്കിത് കണ്ടപ്പോഴേ തോന്നി ഇത് കള്ളത്തരമാണെന്ന്, കള്ളക്കേസാണെന്ന്. അതുകൊണ്ട് ജാമ്യം കൊടുത്തതാണ്. അതാണ് കാര്യം. മനസ്സിലാക്കുക. ഈ നിയമം കൊണ്ടുവന്നത് കോൺഗ്രസ് ഗവൺമെൻറ് അല്ല. ഈ നിയമം കൊണ്ടുവന്നത് BJPയുടെ തലതൊട്ടപ്പനായ ജനസംഘവും കൂടെ ചേർന്ന കൊയിലേഷൻ ഗവൺമെൻറ്റാണ് ഇത് കൊണ്ടുവന്നത്. അത് കോൺഗ്രസ്സുകാരൻ്റെ നേതൃത്വത്തില്ല. കോൺഗ്രസ്സുകാരൻ ആ മന്ത്രിസഭയിലില്ല. ഗോവിന്ദ നാരായൺ സിംഗ് കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച് പോയ ആളാണ്. ഇതാണ് സംഭവം.